3 വയസ്സ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതലേ മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ പോകും. പാപ്പയുടെ കൂടെ പോയി കുറേയൊക്കെ കണ്ട് പഠിച്ച് അത് കഴിഞ്ഞപ്പോൾ പിന്നെ സ്വന്തമായിട്ടുള്ള പഠിത്തമായി. ഉൽപ്പാദനം ഉണ്ടെങ്കിലല്ലേ മീൻ കൂടുതൽ കിട്ടത്തുള്ളൂ. ഇപ്പോൾ പോയ ദിവസം മെനക്കെട്ട 1 കിലോ 1.5 കിലോ 2 കിലോ കൂടുതൽ കിട്ടാനില്ല. രാവിലെ 6 മണിയാകുമ്പം വലയം കൊണ്ട് വീശാനായിട്ട് പോകും. പോയാൽ ചിലപ്പോൾ 1 മണി 2 മണിയാകുമ്പോൾ വീശി നിർത്തിയിട്ട് വരും. ഞങ്ങൾ തെക്കോട്ട് കൊച്ചിടിയെട്ടി ഭാഗം വരെ പോകാറുണ്ട്. മുളക്കോട്ട് പ്രക്കാട് വരെയും പോകുന്നുണ്ട്. ഒരേ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി മാറി ഒരേ സ്ഥലത്തേക്ക് പോകും. വീശിയിട്ട് തപ്പിയാണ് മീനെ പിടിച്ചെടുക്കുന്നത്. അത് നമ്മൾ എൻ്റെ കൂടെയുള്ള കഴിക്കാനെന്ന് പറഞ്ഞാൽ മുട്ടയും കരിമീനും കണ്ടാൽ പിടിപ്പിക്കാത്ത ആളാണ്. എൻ്റെ ഉൽപ്പാദനം നഷ്ടപ്പെട്ടു പോകും എന്നും പറഞ്ഞു. ഇപ്പോഴത്തെ കണ്ടീഷൻ 2 കിലോ കിട്ടിയാൽ 800 രൂപ കിട്ടും എന്നുള്ള കണക്കൂട്ടിലാണ് ഉറക്കപ്പായെന്ന് വെളുപ്പിനെ എണ്ണിച്ച് പോകുന്നത്. അത് കിട്ടാതെ വന്ന് സൈക്കിളും ചവിട്ടി വരുമ്പോഴത്തേക്കാണ് ഇനി നാളെ പോകണ്ട എന്നുദ്ദേശിച്ച് വീട്ടിൽ ചെന്ന് കിടക്കും. വെളുപ്പാങ്കാലം ആകുമ്പോൾ വീണ്ടും ആലോചിക്കട്ടെ, ഇന്ന് പോയില്ലെങ്കിൽ ചായ കുടിക്കാനൊക്കെ തിരികെ ആ നെയ്യത്തിൽ വീണ്ടും വെളുപ്പിനെ എണ്ണിച്ച് വീണ്ടും പോവുകയാണ്. കടയിൽ വന്ന് ചായ കടം കുടിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരുടെ എന്തെങ്കിലും 10-50 കൈ വാങ്ങിച്ച് വെച്ചുകൊണ്ട് പോകും. 2 ദിവസം കിട്ടായിരുന്നു 3 കിട്ടും. ചിലപ്പോൾ 10-600-200 വീതം കിട്ടും. നിങ്ങൾ കിട്ടുന്ന ഈ വിൽക്കുന്നത് എവിടെയാണ്? നിങ്ങൾക്ക് ഒരാൾ വാങ്ങിക്കാതെ വീടുകളിൽ കൊടുക്കും? ഞങ്ങൾ വീട്ടുകളിൽ കൊടുക്കല, അല്ല സ്ഥിരമായിട്ടൊരാളിനും കൊടുക്കത്തില്ല. നേരത്തെ വിളിച്ച് ഓർഡർ ചെയ്യുന്നവർക്ക് കൊണ്ട് കൊടുക്കും. നേരത്തെ വിളിച്ച് പറയും. അല്ലെങ്കിൽ റോഡ് സൈഡിന് ആരെങ്കിലും നമ്മൾ വരുന്ന കൂട്ടത്തിൽ വിളിച്ച് കൈ കാണിച്ച് ആ മീൻ തരുവാന്ന് ചോദിക്കും. തരും, നമ്മളൊരു വില ചോദിക്കും, അവരൊരു വില തരും. ഞങ്ങൾ ചിലപ്പോൾ 500 രൂപ വെച്ചൊക്കെ ചോദിക്കാറുണ്ട് 1 കിലോയ്ക്ക്. അവർ 350, 300, 400 എന്നൊക്കെ പറയും. ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കാതെ കൊണ്ടുപോകും. ചില ആൾക്കാർക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവർ വിളിച്ച് പറയും 2 കിലോ കൊണ്ടുവരണമെന്ന്. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞാൽ ഉടനെ തന്നെ പറയും 400 രൂപ വിലയാണ്, പറ്റുമോ, സാധനം ഇല്ല എന്ന് പറയും. എന്നാൽ 1 കിലോ കൊണ്ടുവരാൻ പറയും, അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. 2 കിലോ കൊണ്ടുവരാൻ പറയുന്നവരുണ്ട്, അവർക്ക് അങ്ങനെ കൊടുക്കും. അല്ല, ഈ മീൻപിടുത്തമല്ലാതെ വേറെ ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു പണിയും ഇല്ല. നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ കയർ മേഖലയിൽ നിങ്ങൾ കയറുമായിട്ട് ഏത് രീതിയിൽ സഹകരിക്കുന്നുണ്ട്? കയർ സഹകരണം പെണ്ണുങ്ങളല്ലേ, അവരെ സഹായിക്കുന്നുണ്ട്. അവരെ വല്ലപ്പോഴൊക്കെ ഞങ്ങൾ പണിയില്ലായിരിക്കുമ്പോൾ സഹായിക്കുന്നു. വല്ലപ്പോഴും അല്ല, കയറും എല്ലാ ദിവസവും 3 എണ്ണം വീട്ടിൽ കാണും. അത് ചർക്കയ്ക്കകത്ത് ചുറ്റി കൊടുക്കാറുണ്ട്. അവർ മാടി വെച്ച് ഒന്നാക്കി വെച്ചേക്കും. അവർ കെട്ട് മുറുകത്തില്ല. അതിന് ഞാൻ ചെന്നാണ് അത് എടുത്ത് ചെയ്ത് കൊടുക്കാറുള്ളത്. നിങ്ങൾ കുടുംബത്തിലെ സ്ത്രീകളെ നിങ്ങൾ സഹായിക്കുക. അങ്ങ് സഹായിച്ചെങ്കിലല്ലേ 10 രൂപ അവിടെ നിന്നും കിട്ടുമ്പോഴത്തേക്ക് പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ 10 പ്രാവശ്യം ആകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴുകി കിട്ടും. മത്സ്യം പിടിക്കുന്ന ജീവിതം കഴിഞ്ഞു പോകത്തില്ല. പിന്നെ ഈ വീട്ടിലിരിക്കുന്നവരുടെയും വീട്ടുകാരുടെയൊക്കെ എന്തെങ്കിലും ജീവനം കൊണ്ടൊക്കെയാണ് ഞങ്ങൾക്ക് മിച്ച പിടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. പക്ഷെ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, കെട്ടിടം പണിക്കാർ, അവർക്കൊക്കെ നല്ല കാശ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ എങ്ങനെ അവരുമായിട്ട് അവരും ജീവിക്കുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെ അവരുമായിട്ട് ജീവിക്കാൻ പറ്റും? ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികളെന്ന് പറയുന്നത് പഴയ കാലം മുതൽ പകുതി പട്ടിണി ഇല്ലാതെയൊക്കെ ഞങ്ങൾ കഴിഞ്ഞു പോവുക. അതങ്ങ് ശീലിച്ചു പോയി. പിന്നെ കടം മേടിക്കും, പണിക്ക് പോകാൻ വയ്യാത്ത പരുവത്തിന് കടം മേടിക്കും. പണിക്ക് പോയി കിട്ടിയ ഉടനെ ഞങ്ങളങ്ങോട്ട് കൊടുക്കുക. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളിക്ക് പലചരക്കടയിൽ നിന്നും ചായക്കടയിൽ നിന്നും വീടിക്കടയിൽ നിന്നൊക്കെ കടം തരും. അത് ഇന്നപ്പോൾ കൊടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ മേടിക്കത്തില്ല. അതിന് ഈ കച്ചവടക്കാർ ഒരു ഭാഷ പറയാറുണ്ട്, കിട്ടുമ്പോൾ തരുന്ന ആളുകളാണ്. കിട്ടുമ്പോൾ തരില്ല. ഞങ്ങളുടെ അടുത്ത് കാശ് എന്തെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും കിട്ടുമ്പം തരാമെന്ന് പറയും. അവർക്കും സന്തോഷമായി. അവർക്ക് എന്താ കിട്ടുമ്പോൾ നമ്മളോണ്ട് കൊടുക്കുക എന്നല്ലേ. ചിലപ്പോൾ അവർ നമ്മളെ ഇളക്കാറുണ്ട്, ചെന്ന് കടവാക്കി ചെന്ന് നിൽക്കുമ്പോൾ. കിട്ടുമ്പോൾ തരുന്നവർ വന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് ചോദിക്കും. അല്ലാതെ ഞങ്ങളിപ്പോൾ മകരത്തിൽ കൊടുക്കാവുന്നോ അല്ല തുലാമാറ്റി കൊടുക്കാവുന്നോ പറയാൻ ഞങ്ങൾക്ക് ഒരു നിത്യ വരുമാനമില്ല. പിന്നെ ഞങ്ങൾക്ക് കിട്ടുമ്പം തരിക. ഇന്ന് പോയി 1000 രൂപ കിട്ടി, ആ പറ്റുകാരനെ അങ്ങോട്ട് കൊടുക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് വീട് പട്ടിണിയില്ലാതെ ഒരു സാധനം കൊടുത്തു വിടും. നിങ്ങളുടെ വീട് ഒരിക്കലും പട്ടിണി വരത്തില്ല. അതായത് സത്യസന്ധതയായിട്ട് നിൽക്കുന്നതിൻ്റെ പേരിൽ നമ്മളൊരു എന്നില്ലെങ്കിലും വീട്ടിൽ കൊടുത്തു വിടും.
അത് എല്ലാ മത്സ്യത്തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികൾ എല്ലാം ഇല്ല. കള്ളു കുടിച്ച് ഒക്കെ നടക്കുന്നവർക്ക് ഒന്നും 1 രൂപ പോലും കടം കൊടുക്കത്തില്ല. അല്ല അവരുടെ സ്വഭാവം തന്നെ ആയിരിക്കും. അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇന്ന് 500 രൂപയ്ക്ക് 500 രൂപയ്ക്കും കുടിക്കും. പിന്നെ എങ്ങനെ അവർ കൊണ്ട് അത് കള്ള് ഷാപ്പുകാർ കടം കൊടുക്കും. ലിവറേജ് കൊടുക്കത്തില്ല. ഇപ്പൊ പിന്നെ ഈ റേഷൻ കട കാശ് കൊടുത്ത് മേടിക്കുന്ന പോലെ മേടിക്കുന്ന ആള് അവിടെ കൊടുക്കത്തില്ല. അവരിപ്പോ കാശ് അടച്ച് ബില്ലും മേടിച്ച് സാധനം കൊടുക്കുന്നു. മറ്റേ കള്ളി ഷാപ്പിലാകുമ്പോൾ അവർ അറിയുന്നില്ലല്ലോ. 1000 രൂപ ഇന്ന് കിട്ടി, അതുകൊണ്ട് ഇന്ന് കൊടുത്ത് 100 രൂപയ്ക്ക് അന്ന് അവർക്ക് പിടിച്ച് ബാക്കി 900 പണ്ട് നീ പറ്റിയിട്ടുണ്ടെന്നും പറഞ്ഞ് അത് വക പറഞ്ഞെടുക്കും. ഞങ്ങൾക്ക് പലചരക്കടയിലും ചായക്കടയിലും ഞങ്ങൾ ഈ കള്ളും കുടിക്കാത്തവർക്ക് സുഖമായ ജീവിതമാണ്. 10 ദിവസം പണിയില്ലെങ്കിലും 10 ദിവസം ഭക്ഷണ വക അവർ കൊടുത്തു വിടും. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു തുകയായിട്ട് അങ്ങെയല്ലോ. ഞങ്ങളത് ഉടുപ്പും മുണ്ടും പോലും മേടിക്കാനായിട്ട് എടുക്കത്തില്ല. മിക്കവാറും ആശുപത്രി പോക്കിന് തന്നെയാണെങ്കിലും പലചരക്കടക്കാർ സഹായിക്കുന്നവരുണ്ട്. നമുക്ക് അവർ കിട്ടുമ്പം തുകയായിട്ട് എടുക്കാവില്ല. ഇന്നിപ്പോൾ 50 രൂപയുടെ മരുന്ന് മേടിക്കാൻ കാശില്ലെന്നും പറഞ്ഞ് ഇന്ന് പറഞ്ഞാൽ അവർ നേരത്തെ വിറ്റ കാശെടുത്ത് 50 രൂപ തരും. എന്നിട്ട് 150 രൂപയുടെ സാധനം മേടിച്ച് 200 രൂപ അവിടെ പറ്റെഴുതി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇപ്പോഴും ഉണ്ട്. പണ്ടത്തെ കച്ചവടക്കാരും ഇപ്പോഴത്തെ കച്ചവടക്കാരും ഇപ്പൊ വ്യത്യാസമുണ്ട്. ഇപ്പം കാശും കൊണ്ടുവരുന്നതിനൊരു വില, കടം മേടിക്കുന്നതിനൊരു വില, ഇങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസമൊക്കെ ഉണ്ട്. അല്ല അവരുടെ സമീപനങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ പണ്ടത്തെ കച്ചവടക്കാർ പലര് കച്ചവടക്കാരും ഇപ്പോഴത്തെ പല കച്ചവടക്കാരും നിങ്ങളോടുള്ള ബന്ധമാണ്? ഇപ്പം പണ്ടത്തെ പോലുള്ള നീതിയൊന്നുമില്ല. അവർക്ക് ഇന്ന് കടം കൊടുത്തില്ലെങ്കിൽ നാളെ 2 രൂപ കൂടുതൽ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഒരുവിധപ്പെട്ടവർക്ക് ഇപ്പോൾ കടം കൊടുക്കണ്ട. ഇന്നലെ 35 രൂപയ്ക്ക് വിറ്റ പഞ്ചാര നാളെ 40 രൂപ. അതിൻ്റെ പേരിൽ ആരെങ്കിലും ചെന്ന് 1 കിലോ പഞ്ചാര കടം ചോദിച്ചാൽ കൊടുക്കുന്നില്ല എന്ന് പറയാം അവർക്ക്. നമ്മൾ കൃത്യമായിട്ട് കാശ് കൊടുത്തോണ്ടിരിക്കുന്നവരാണെങ്കിലും കൊടുക്കുന്നില്ല എന്ന് പറയാം. കൊടുത്തില്ല ആ പഞ്ചാര വിറ്റെന്ന് 5 രൂപയും കൂടി കിട്ടുകയല്ലേ. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസം ഇപ്പോൾ പഴയതുമായിട്ടുണ്ട്. മറ്റേത് അങ്ങനെയല്ല. സത്യസന്ധത ഉള്ളവരൊരു പലചരക്കച്ചവടം തുടങ്ങിയാൽ അവർ വീട്ടിലോട്ട് വരിക. ഞാൻ കച്ചവടം തുടങ്ങി, നാളെ മുതൽ സാധനം വന്ന് മേടിക്കണമെന്ന് പറയുക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾ മേടിച്ചില്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി മേടിക്കുമെന്ന് പറയുന്ന കാലഘട്ടങ്ങൾ. രണ്ടാൾ ഇന്ന് വരായിരുന്ന നാളെ അതിൽ കൂടിയ വിലക്ക് വിൽക്കാമല്ലോ. കൊടുക്കാതിരിക്കത്തില്ല. എല്ലാവരും ചെയ്യത്തില്ല. ഞങ്ങളെപ്പോലുള്ളവർ ചിലപ്പോൾ ഒരു രോഗി അവിടെ ഇരുന്നുകൊണ്ട് 10 രൂപയുടെ അല്ല 200 രൂപയുടെ മീൻ 1/2 കിലോ മീൻ മേടിക്കാൻ കഴിവില്ല. 2 മീൻ ഞങ്ങൾക്ക് തരണേന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് പൈസ മേടിക്കാതെ കൊടുക്കും. ഞങ്ങളന്ന് പട്ടിണി കിടന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യും. അവർക്ക് ഞങ്ങൾ വഴി അറിയാൻ വയ്യാത്ത സ്ഥലമാണെങ്കിൽ വഴി വരെ കൊണ്ട് കാണിച്ചു തരുന്നവരുമുണ്ട്. ഇന്ന സ്ഥലത്ത് മീൻ നിൽപ്പുണ്ട്, അവിടെ ചെന്ന് പിടിച്ചു എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് ഉപദേശിച്ച് തരുന്നവരുണ്ട്. നീ കണ്ടിട്ട് നിങ്ങൾ വിളിച്ചു പറയുന്നവരുണ്ട്. വിളിച്ചു പറയുന്ന പോയിട്ടൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പറ്റേ പറയുന്ന 100 രൂപ തരാൻ ചായ കൂടി 2 രൂപ കിട്ടുമ്പോൾ എന്തെങ്കിലും മീൻ തന്നാൽ മതി, അല്ലെ പൈസ ആയിട്ട് തന്നാൽ മതി എന്നും പറഞ്ഞു തരുന്നു. അങ്ങനെ ഒരുപാട് പേരൊക്കെ വാങ്ങിക്കാറുണ്ട്. തിരിച്ച് 1 രൂപ വാങ്ങിക്കത്തുമില്ല. അത് 100 രൂപയുടെ മീൻ ഇന്നലത്തെ 100 രൂപ ഞങ്ങൾക്ക് തന്നില്ല, എൻ്റെ ബാക്കി തന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് പറയും അത് നിങ്ങൾ ചായ കുടിച്ചല്ലേ മുതലാളി എന്നാൽ ഇരിക്കട്ടെ പറഞ്ഞ് അരി വാങ്ങണം പറഞ്ഞ് തരുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അവരുടെ അടുത്തൊന്നും ഞങ്ങൾ വിലയായിട്ടൊന്നും കണക്ക് കൂട്ടി വിലയുടെ കാര്യമേ പറയാറില്ല. അവരിന്നിപ്പോൾ 500 രൂപ ഞങ്ങൾക്ക് പുറത്ത് 1000 രൂപ കിട്ടുന്ന മീനാ ഇങ്ങനെയുള്ളവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ 500 എന്നുള്ളെങ്കിലും ഞങ്ങൾ അത് തിരിച്ചൊരു വില പേശൊന്നുമില്ല. അവർ ഇന്നലെ 100 നമ്മളെ തന്ന് സഹായിച്ചതല്ലേ. പിന്നെ അങ്ങനെ മിക്കവാറും ചെയ്തില്ല. ഈ 1000-ൻ്റെ മീൻ 1100 തരുന്നവരുണ്ട്.